കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വെള്ളിയാഴ്ച യോഗം ചേരുന്നുണ്ട്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ നേടിയ 19,760 വോട്ട് അതൊരു ലോകോത്തര സംഭവമാണെന്നും അദ്ദേഹത്തെ കൂടി UDF പ്രവേശിപ്പിച്ചില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്നും അതുകൊണ്ട് അക്കാര്യം ആലോചിക്കണമെന്നും ഒക്കെ കോൺഗ്രസ് ഒരു അഭിപ്രായമുണ്ടെന്നാണ് കേൾക്കുന്നത്. എത്ര പേർക്ക് അത് ഉണ്ടെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി, ഈ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പരമോന്നത സമിതി എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത ഒരു സംവിധാനമാണ്. അത് ഈ വിഷയം ചർച്ച ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുമെന്നും കേൾക്കുന്നുണ്ട്. ആദ്യമേ പറയട്ടെ, എന്തിനാണ് ഈ വിഷയം ഇനി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നേരത്തെ കോൺഗ്രസും കൂടി അടങ്ങുന്ന കോൺഗ്രസിന്റെ തീരുമാനം കൂടെ കണക്കിലെടുത്തുകൊണ്ട് UDF ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തതാണ്. അതായത് അൻവർ സാറിനെ നമുക്ക് ഈ മുന്നണിയിലോട്ട് എടുക്കണ്ട, അദ്ദേഹം വേണ്ട, അദ്ദേഹം ഇല്ലാതെ നമുക്ക് പോകാം എന്നൊരു തീരുമാനമെടുത്തതാ. വാതിലങ്ങ് അടച്ചതാ, കൊട്ടി അടച്ചതാ. പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലായില്ല. ഒരുപക്ഷെ ഈ 19,760 വോട്ടിന്റെ ബലത്തിലായിരിക്കാം. പക്ഷെ ഈ സണ്ണി ജോസഫ് പ്രസിഡന്റായ കോൺഗ്രസിന്റെ കമ്മിറ്റി ഉണ്ടല്ലോ, പുതിയ ഭാരവാഹികള്, അവര് ശരിക്കും ഇന്ദിരാഭവനിലൊന്ന് അമർന്നിരുന്നിട്ട് പോലുമില്ല. അവരുടെ കൂടെ പ്രവർത്തിക്കേണ്ട ഭാരവാഹികളെ തീരുമാനിച്ചിട്ടില്ല. ജനറൽ സെക്രട്ടറിമാരൊക്കെ വേണ്ടേ? ട്രഷറർ ഇല്ലാതായിട്ട് ഒത്തിരി കാലമായി, സെക്രട്ടറിമാരില്ല, ജോലിയോടെ പെൻഡിങ്ങില്ല. ഇതൊന്നും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അതും പോരാഞ്ഞ് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുക. അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഒരുപക്ഷെ ഇനി നടന്നേക്കില്ല എന്ന് വിചാരിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. പിന്നീട് സ്വാഭാവികമായിട്ടും ശ്രദ്ധാവിലേക്കായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്, അതിന്റെ ആലോചനകൾ മാറ്റിവെച്ചു. KPCCയുടെ പുനഃസംഘടന നടന്നില്ല. ഇനി അത്തരം ഒത്തിരി കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ KPCCക്ക് ആലോചിക്കാനും ചെയ്യാനും ഉണ്ടെന്നേ. അതിനിടയ്ക്ക് എന്തിനാണ് ഈ PV അൻവറിനെ അങ്ങനെ ഇനി UDF കൊണ്ടുവരുന്നതിനെ കുറിച്ച് വീണ്ടും ആലോചിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പാർട്ടിയുടെ തൊട്ടു മുമ്പിലുള്ള ഉത്തരവാദിത്തങ്ങൾ, അത്യാവശ്യം ചെയ്തു തീർക്കേണ്ട പണികൾ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കേണ്ടതിന് പകരം ഈ വേണ്ടാന്ന് ഒരിക്കൽ തീരുമാനിച്ച രാഷ്ട്രീയ മാലിന്യങ്ങളെ വീണ്ടും എടുത്ത് കൂടെ കടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ എന്തിനാണ് ഈ കോൺഗ്രസ് പാർട്ടി സമയം ചെലവഴിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. നമുക്ക് വലിയ രാഷ്ട്രീയ ബുദ്ധിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നതായിരിക്കാം. പക്ഷെ കോൺഗ്രസ്സുകാര് UDF ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതിൽ ജയിച്ചു. 11,000-ൽ ഏറെ വോട്ടിന്റെ ഭൂരിപക്ഷവും കിട്ടി. നല്ല ഭൂരിപക്ഷമാണ്, അത്രയൊന്നും പ്രതീക്ഷിച്ചതല്ല. അൻവർ ഈ 19,000 വോട്ട് പിടിച്ചപ്പോഴാ, എന്നിട്ടും ജയിച്ചു. അൻവറിനെ തോൽപ്പിച്ചാ ജയിച്ചത്. LDF മാത്രമല്ലല്ലോ, അൻവർ അവസാനം ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിക്കാൻ പെടാപ്പാട് നടത്തിയതാ, കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ചതാ, എന്നിട്ടും ജയിച്ചു. അതൊരു നല്ല വിജയം തന്നെ. പക്ഷെ അതുകൊണ്ട് 2026-ൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇതിലൊക്കെ ഈസി ആയിട്ട് ജയിച്ച് കയറാമെന്നൊന്നും ആരും കരുതരുത്. അതിന് നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. അതിന് പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്തേണ്ടി വരും. അതിനുള്ള ശ്രമങ്ങളിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ മുമ്പിൽ കണ്ടുകൊണ്ട്, നിലമ്പൂരിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് കോൺഗ്രസ് വാസ്തവത്തിൽ ചെയ്യേണ്ടത്. അതിനുള്ള ആലോചനകള് ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഉണ്ടാകുമോ, അതോ ഈ അൻവറിനെ ചുറ്റിപ്പറ്റി അതിനെ ചൊല്ലി ചർച്ചകള് വഴിതിരിഞ്ഞു പോകുമോ എന്ന കാര്യം നമുക്ക് വെള്ളിയാഴ്ച അറിയാം. ഈ 19,760 എന്ന് പറയുന്ന വോട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്, അൻവറിന് കിട്ടിയത്, ഇത് ലോകത്തിലെ ഒരു ചരിത്ര സംഭവമാണെന്നാ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇതുപോലെ ആർക്കും വോട്ട് കിട്ടിയിട്ടില്ല. ആ രീതിയിലാണ് ചാനലിന്റെ റിപ്പോർട്ടർമാര്, നിരീക്ഷകന്മാര്, ഒരു പണിയുമില്ലാത്ത കുറെ ആളുകൾ, ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊരു വലിയ മഹാ സംഭവമാണെന്നാണ്. ഈ അക്കം 19,760 ഒരു വലിയ മഹാസംഖ്യയാണെന്നും ചിലരങ്ങ് വാദിച്ച് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ തന്നെ LDFന്റെയും UDFന്റെയും ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചുകൊണ്ട് എത്രയെത്ര സ്വതന്ത്രന്മാര് ജയിച്ചു വന്നിരിക്കുന്നു. പത്തനംതിട്ടയിൽ നിന്ന് 6 തവണ ജയിച്ച KK നായർ ഒരുപക്ഷെ ഒരു റെക്കോർഡ് ഹോൾഡർ തന്നെയായിരിക്കും. 6 തവണയാ ജയിച്ചത്. അദ്ദേഹത്തിന് ആദ്യം CPMന്റെ ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു, പിന്നീട് കോൺഗ്രസിന്റെ UDFന്റെ ഒക്കെ പിന്തുണ കിട്ടി. അതൊക്കെ അദ്ദേഹം മാനേജ് ചെയ്തതാ. പക്ഷെ അദ്ദേഹം ഒറ്റയ്ക്കാണ് മത്സരിച്ചത്, സ്വതന്ത്രനായിട്ടായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ മത്സരങ്ങളും 6 തവണ ജയിച്ചു. പക്ഷെ അടുത്ത തവണ അദ്ദേഹം നിസ്സാര വോട്ട്, 10,000-ൽ താഴെ വോട്ട് വാങ്ങിച്ച് തോൽക്കുകയും ചെയ്തു. അതിനു മുമ്പോ 42 മുതൽ 57% വോട്ട് വരെ പത്തനംതിട്ടയിൽ അദ്ദേഹം നേടിയിട്ടുമുണ്ട്. അതുപോലെ നമ്മുടെ സുന്ദരൻ നാടാര് പാറശാലയിൽ നിന്ന് 1996-ൽ റിബലായിട്ട് മത്സരിച്ച് ജയിച്ചതാ.
കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല. തലേ കൊല്ലം ജയിച്ചതാ, ഇത്തവണ സീറ്റ് കൊടുത്തില്ല. 96-ല് അദ്ദേഹം എന്ത് ചെയ്തു? റിബലായിട്ട് മത്സരിച്ചു, ഒറ്റയ്ക്ക് പൊരുതി ജയിക്കുകയും ചെയ്തു. പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വീണ്ടും നിയമസഭയിലെത്തി. അദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. ആ കൊമ്പൻ മീശയും നല്ല ശുഭ്രമായ ഖാദിയും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ വരവൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അതൊരു ഒന്നൊന്നര വരവായിരുന്നു. അദ്ദേഹം അങ്ങനെ റിബലായിട്ട് ജയിച്ചിട്ടുള്ളതാ. 2011 കഴക്കൂട്ടം മണ്ഡലം അത് കോൺഗ്രസിന്റെ സ്ഥിരം സീറ്റായിരുന്നു. അത്തവണ അത് മുസ്ലിം ലീഗിന് കൊടുത്തു. അപ്പൊ കോൺഗ്രസിലെ MA വാഗിദ് റിബലായിട്ട് മത്സരിച്ചു, അദ്ദേഹം ജയിച്ചു. അദ്ദേഹം പിന്നീട് കോൺഗ്രസിന്റെ ഒരു അസോസിയേറ്റ് അംഗമായി നിയമസഭാ പാർട്ടിയിൽ, ലെജിസ്ലേച്ചർ പാർട്ടിയിൽ. MA വാഗിദ് പിന്നീട് തോറ്റുപോയി. ഏറ്റവും അവസാനം നമ്മുടെ PC ജോർജിന്റെ കഥ. അദ്ദേഹം പൂഞ്ഞാറില് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് പലവട്ടം ജയിച്ചിട്ടുള്ളതാണ്. പിന്നീട് 2016 സ്വതന്ത്രനായിട്ട് മത്സരിക്കൂ, ഒറ്റയ്ക്ക് 63,621 വോട്ടിന് ജയിക്കുകയും ചെയ്തു. ഒരു വലിയ സംഖ്യയായിരുന്നത്. ഒറ്റയ്ക്ക് 63,000 വോട്ട് നേടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അപ്പം കോൺഗ്രസിലൊക്കെ ആലോചന നടന്നതാ UDF-ല് എങ്ങനെയെങ്കിലും ജോർജിനെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാമെന്ന്. ഏതാണ്ട് അൻവറിന്റെ സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രധാന ജോലി UDF നേതാക്കളെയും UDF-നെയും കോൺഗ്രസിനെയും കോൺഗ്രസ് നേതാക്കളെയും പുലഭ്യം പറയുക എന്നുള്ളതായിരുന്നു. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊക്കെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ എന്തോരം പ്രസംഗിച്ചിട്ടുള്ള ആളാ ഈ PC ജോർജ്. അദ്ദേഹത്തെ പോലും കൂട്ടത്തിൽ കൂട്ടണം, അങ്ങനെയും ചില ആലോചനകളെ കോൺഗ്രസിൽ നടന്നതാ. ഏതായാലും അത് ഉണ്ടായില്ല. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് 41,857 വോട്ട് നേടി നൈസായിട്ട് തോൽക്കുകയും ചെയ്തു. ഇപ്പൊ UDF-നുമില്ല, LDF-നുമില്ല, കേരള കോൺഗ്രസിനുമില്ല, കോൺഗ്രസിനുമില്ല. ഇപ്പൊ BJP ആണ്. കഴുത്തില് താമര ചിഹ്നമുള്ള ഷാളും ഒക്കെ അണിഞ്ഞ് അദ്ദേഹം കേരളത്തിലുടനീളം BJP-യുടെ ഒരു സംസ്ഥാന നേതാവായിട്ട് തന്നെ പറന്ന് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോർജ് ജോസഫ് പുടിപാറ 1987 അദ്ദേഹം റിബലായിട്ടാണ് മത്സരിച്ചത്. സീറ്റ് കിട്ടാഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചു. ഇവിടെ ആരുടെയും പുറകെ പിന്നെ കോൺഗ്രസ് ഒന്നും പോയില്ലെന്നേ. ഇത്രയും വോട്ട് കിട്ടിയല്ലോ, ഒറ്റയ്ക്ക് ജയിച്ചല്ലോ, എന്നാൽ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്നും പറഞ്ഞ് കോൺഗ്രസോ UDF-ഓ ഒന്നും പുറകെ പോയിട്ടില്ല. അതുപോലെ എത്രയോ വിമതന്മാര് റിബലായിട്ട് മത്സരിച്ച് നല്ല വോട്ട് വാങ്ങിയവരുണ്ട്, ജയിച്ചില്ലെങ്കിലും. കാഞ്ഞിരപ്പള്ളിയില് ഉദാഹരണം പറഞ്ഞാല് KP ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് റിബലായിട്ട് മത്സരിച്ചു. UDF ജയിച്ച ആ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അദ്ദേഹം വിമതനായിട്ട് ഒരു കൈ നോക്കി, മോശമല്ലാത്ത വോട്ട് കിട്ടി, 17,933. എന്നാ പിന്നെ ഷൗക്കത്തിനെ നമുക്ക് കൂട്ടിയേക്കാം, അടുത്ത തവണ സീറ്റ് കൊടുത്തേക്കാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വലിയല്ലയോ, അദ്ദേഹത്തെ കൊണ്ട് പ്രയോജനം ഉണ്ടാകും എന്നാരും ചിന്തിച്ചില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്ത് മത്സരിച്ചു. ആ കുറി തലേ തെരഞ്ഞെടുപ്പിലെ പോലെ 17,000 ഒന്നും കിട്ടിയില്ല, 9,000 വോട്ടിന് തോറ്റുപോയി. എന്നാലും അത്രയും പിടിച്ചു. അതുപോലെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSC, കേരള സ്റ്റുഡൻസ് കോൺഗ്രസ്, ഒരു കാലത്ത് മധ്യ തിരുവിതാംകൂറിലെ ശക്തമായ ഒരു വിദ്യാർത്ഥി സംഘടനയായിരുന്നു KSC. അതിന്റെ ഒരു ആദ്യകാല പ്രസിഡന്റ് സാമുവൽ കുമ്പഴ. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനൊരു സീറ്റ് കൊടുത്ത് ജയിപ്പിക്കേണ്ടതായിരുന്നു. മിട്ടക്കനായിരുന്നു. KSC-യെ വളർത്തിയതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന് സീറ്റ് ഒന്നും കിട്ടാതെ വന്നപ്പോൾ നിരാശനായിട്ട് 1987 പത്തനംതിട്ടയില് വിമതനായിട്ട് മത്സരിച്ചു. മോശമാക്കിയില്ല, ജയിക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ 19,345 വോട്ട് നേടി. പിന്നീട് അദ്ദേഹം രാഷ്ട്രീയത്തിൽ അങ്ങനെ നിന്നില്ല. തനിക്ക് പറ്റിയ പണിയില്ലെന്ന് മനസ്സിലാക്കുകയും സുവിശേഷ പ്രവർത്തകനായിട്ട് പോവുകയും ചെയ്തു. ആത്മാക്കളെ നേടുന്ന ജോലിയിലേക്ക് പ്രവേശിച്ചു. കേരളത്തിൽ അങ്ങനെ ധാരാളം അനുഭവങ്ങളുണ്ട്. പാർട്ടിയിൽ നിന്ന് വിട്ടുപോയവര്, അല്ലെങ്കിൽ സീറ്റ് കിട്ടാത്തവര് റിബലായിട്ട് മത്സരിക്കുന്നു. ഇതൊക്കെ പലരും സീറ്റ് കിട്ടാഞ്ഞിട്ട് അല്ലെങ്കിൽ പരിഗണിക്കാതിരുന്നതിന്റെ പേരിൽ മത്സരിക്കുകയോ ജയിക്കുകയും നല്ല വോട്ട് വാങ്ങുകയോ ഒക്കെ ചെയ്തവരാ. പക്ഷെ നമ്മുടെ അൻവറിന്റെ കാര്യമോ? അൻവർ LDF ആയിരുന്നു. CPM സ്ഥാനാർത്ഥിയായിട്ട് CPM-ന്റെ സ്വതന്ത്രനായിട്ട് 2 തവണ നിലമ്പൂരിൽ ജയിച്ചതാ. പിന്നീട് പിണറായിയോട് എന്തോ കാരണങ്ങളാൽ പണങ്ങി പിണറായിയും കുടുംബത്തെ മുഴുവൻ പുലഭ്യം പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു. അദ്ദേഹം ചില രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഉയർത്തി. അദ്ദേഹം UDF-ന്റെ കൂടി ചേരുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്താ സംഭവിച്ചത്? UDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോ ആ സ്ഥാനാർത്ഥിയെ പുള്ളിക്കാരൻ ഇഷ്ടപ്പെട്ടില്ല. അൻവർ സാറിന് ആര്യാടൻ ഷൗക്കത്ത് അങ്ങനെ പറ്റത്തില്ല, അങ്ങനെ ഇച്ചിച്ചിയ. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായിട്ട് പുലഭ്യം, അധിക്ഷേപം. അങ്ങനെ വന്നപ്പോ എന്തായി? അദ്ദേഹത്തെ UDF-ൽ പ്രവേശിപ്പിക്കേണ്ട തീരുമാനിച്ചു. അതിന്റെ പിന്നില് VD സതീശനാണെന്നാണ് അൻവർ വിചാരിച്ചത്. VD സതീശനായിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ഉറച്ച നിലപാടെടുത്തതാണ്. ഇത്തരത്തിൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തിനെതിരായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ വളരെ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളിനെ എങ്ങനെയാണ് UDF-ൽ എടുക്കുക? അദ്ദേഹം ചെയർമാൻ എന്നുള്ള നിലയിൽ അതിനെതിരായിട്ടൊരു നിലപാടെടുത്തു. UDF ഒന്നടങ്കം, കോൺഗ്രസ് ഒന്നടങ്കം
അത് അംഗീകരിച്ചു. അദ്ദേഹം പുറത്തായി. പിന്നീട് അദ്ദേഹത്തിന്റെ ലക്ഷ്യം സതീശനായി. സതീശനെ അധിക്ഷേപിക്കാൻ തുടങ്ങി. ഇതിലേക്ക് ഓരോ ന്യായങ്ങൾ പറയാനുണ്ടാവും. അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 25,000 30,000 വോട്ടിന് ജയിച്ചേനെയും ഭൂരിപക്ഷം ഇരട്ടിയായേനെയും അത് UDF-ന് വലിയ നേട്ടമാകുമായിരുന്നു എന്നൊക്കെ പറയുന്നവരുണ്ട്. അതും പോരാഞ്ഞ് അൻവർ ഒരു പുലിയാണ്, പുപ്പുലിയാണ്, നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണം, വലിയ ജനസ്വാധീനമാണ്, കണ്ടില്ലേ 19,000 വോട്ട് നേടിയത് എന്നൊക്കെ പറയുന്ന മറ്റു ചില പ്രമുഖ നേതാക്കന്മാരുണ്ട്. പക്ഷേ UDF-ലെയും കോൺഗ്രസിലെയും നേതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ അൻവറും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കിട്ടുമെന്ന് നിങ്ങൾ പറയുന്ന ഈ 25,000-ന്റെയോ 30,000-ന്റെയോ ഭൂരിപക്ഷം. പക്ഷെ ഇപ്പൊ കിട്ടിയ 11,000-ന്റെ ഭൂരിപക്ഷം ഉണ്ടല്ലോ, അതിന് മറ്റേ ഈ 30,000-ത്തേക്കാൾ എത്ര അന്തസ്സുള്ളതാണ്, എത്ര മനോഹരമാണ്, എത്ര ഭംഗിയാർന്നതാണ്. അതെന്താണ് നിങ്ങൾ മനസ്സിലാക്കാത്തത്? അവിടെ ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസിന്റെ അന്തസ്, കോൺഗ്രസ് എടുത്ത നിലപാടിന്റെ അംഗീകാരം, അതൊക്കെ ഈ ഭൂരിപക്ഷത്തെക്കാൾ ഉയർന്നു നിൽക്കുകയാ. അത് എന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? ഇതൊക്കെ ചിലപ്പോഴൊക്കെ ഓരോ മണ്ഡലങ്ങളിലൊക്കെ ഉദിച്ചിട്ട് പെട്ടെന്ന് അസ്തമിച്ചു പോകുന്ന ചില പ്രതിഭാസങ്ങളാ. ഈ 19,000-ലേറെ വോട്ടിന്റെ ഈ മാഹാത്മ്യമുണ്ടല്ലോ, അത് ഈ തൊട്ടടുത്ത മണ്ഡലത്തിൽ പോലും ഒരു ചലനങ്ങളും ഉണ്ടാക്കുകയില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പോ മറ്റ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോ വരുമ്പോഴേക്ക് ഈ പ്രാഭമൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പോഴ് ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തില് അൻവറിന് കിട്ടിയ വലിയ ഒരു അറ്റൻഷൻ, പ്രത്യേകിച്ച് ടെലിവിഷൻ ചാനലുകളിൽ അവിടെ കിട്ടിയ എയർ സ്പേസ്, അതൊക്കെ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ടാവാം. അതനുസരിച്ച് കിട്ടിയ കുറെ വോട്ടുകളാണ്. അതിപ്പോ നാളത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊന്നും അനുഭവപ്പെടണമെന്നില്ല ആ സ്വാധീനം. ഈ 25,000-ന്റെയോ 30,000-ന്റെയോ ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഏത് തരത്തിലുള്ള അവകാശവാദം അൻവർ ഉന്നയിക്കുമായിരുന്നു? അത് മനസ്സിലാക്കാൻ വല്ല പാടുമുണ്ടോ? അത് പാടൂർ പടിപ്പുറയിൽ പോയിട്ട് അത് ഗണിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ? ഈ 30,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്റെ ആണെന്ന് അദ്ദേഹം പറഞ്ഞേനെ. അപ്പൊ ആ നാണക്കേടിൽ നിന്ന്, അൻവർ അങ്ങനെ പറയുന്ന നാണക്കേടിൽ നിന്ന് സതീശന്റെ ഉറച്ച നിലപാടാണ് കോൺഗ്രസിനെയും ലീഗിനെയും രക്ഷിച്ചത്. ലീഗിനോടെ രക്ഷപ്പെട്ട് നിൽക്കുകയാണെന്നുള്ളത് മറക്കരുത്, കോൺഗ്രസ് മാത്രമല്ല. അല്ലെങ്കിൽ ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും അൻവർ അടിച്ചുകൊണ്ട് പോകുമായിരുന്നു. പലരും പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ അതായിരുന്നേനെ യാഥാർത്ഥ്യം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാണം കെട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം മാറ്റിക്കൊള്ളും എന്നൊരു തത്വശാസ്ത്രമുണ്ട്. അത് രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രസക്തമാകണമെന്നില്ല. ഒരു വോട്ട് പ്രധാനപ്പെട്ടതാണ്. ഒരു സീറ്റ് നിയമസഭയില് അതിന് വലിയ പ്രാധാന്യമുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അന്തസ്സിനും അഭിമാനത്തിനും ഒരിക്കൽ വീഴ്ച സംഭവിച്ചാൽ, കീഴടങ്ങാനും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാനും ഒരിക്കൽ തീരുമാനിച്ചാൽ പിന്നെ എപ്പോഴും അത് ചെയ്യേണ്ടി വരും. അൻവറിന് നേരത്തെ കീഴടങ്ങിയിരുന്നുവെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്ക് UDF-ന് കോൺഗ്രസിന് പല കാര്യങ്ങളിൽ പലരുടെയും മുമ്പില് മുട്ടുമടക്കേണ്ടി വരുമായിരുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് VD സതീശന്റെ ശക്തമായ നിലപാട് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും UDF-നെയും രക്ഷിച്ചിരിക്കുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അൻവർ ഉണ്ടെങ്കിൽ എന്നാണ് ചിലർ പറയുന്നത്. പക്ഷെ ഇപ്പൊ നിലമ്പൂരിലെ സ്ഥിതി എന്താ? കോൺഗ്രസ് വളരെ ശക്തമായ, സംഘടനാപരമായിട്ട് ഇപ്പൊ ഒരു ശക്തമായ സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ ലീഗിന്റെ കെട്ടുറപ്പ് പണ്ടത്തേതിനേക്കാൾ ബലപ്പെട്ടു. ഒപ്പം മുന്നണി എന്ന നിലയിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ചേർച്ച അതിന്റെ ഏറ്റവും മികച്ച തലത്തിൽ നിൽക്കുകയാണ്. അപ്പൊ എന്താണ് UDF ചെയ്യേണ്ടത്, കോൺഗ്രസും ലീഗും ചെയ്യേണ്ടത്? ഇപ്പോഴത്തെ ഈ അനുകൂല സാഹചര്യം, ഈ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പഞ്ചായത്തുകളും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും നേടുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പാക്കണം. അതിനിപ്പോഴേ പണി തുടങ്ങണം. അത് അൻവറിനെ ആശ്രയിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതീക്ഷ അർപ്പിച്ചോ നേടേണ്ടതല്ല. പണിയെടുക്കണം. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ ഇപ്പോഴേ തുടങ്ങണം. അതിനാണ് നിലമ്പൂരിലെ ലീഗും കോൺഗ്രസും പ്രാധാന്യം നൽകേണ്ടത്. UDF-ഉം കോൺഗ്രസും ആലോചിക്കേണ്ട മറ്റൊരു വിഷയം മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ LDF-ല് അസംതൃപ്തരായ ചില പാർട്ടിക്കാരുണ്ട്. ആത്മാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത, അഭിപ്രായം പറയാൻ പോലും അവസരം കിട്ടാത്ത ചില പാർട്ടിക്കാരുണ്ട്. അവരെ പണ്ട് UDF-ൽ നിന്ന് പറഞ്ഞു വിട്ടതാ. വേണമെങ്കിൽ അവരെ അപമാനിച്ച് പറഞ്ഞു വിട്ടതാണെന്ന് തന്നെ പറയാം. പക്ഷെ അവർ അതിനേക്കാൾ വലിയ അപമാനം സഹിച്ചാണ് LDF-ൽ കഴിയുന്നത്. പുറമേക്ക് കാണുമ്പോൾ ചിരിക്കും, നല്ല വർത്തമാനം പറയും. 24 അടി ഉയരമുള്ള KM മാണിയുടെ പ്രതിമ പാലയിൽ നിർമ്മിക്കാം
എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ നൽകും. പക്ഷെ രഹസ്യമായിട്ട് ഇപ്പോഴും ഈ പാർട്ടിക്കാരുടെ കയ്യിൽ നോട്ടെണ്ണുന്ന യന്ത്രമുണ്ടെന്ന് പറയും. അതുപോലെ തന്നെ ബജറ്റ് വിറ്റ് കോടികൾ സമ്പാദിച്ച പാർട്ടിക്കാരാണെന്ന് പറയും. അത് ആ പാർട്ടിക്കാർക്ക് നന്നായിട്ട് അറിയാം. അവർ ശ്വാസം മുട്ടി കഴിയുക. അത്തരത്തിലുള്ള ആളുകളെ UDF-ലേക്ക് കൊണ്ടുവന്ന് മുന്നണിയുടെ അടിത്തറ വികസിപ്പിക്കാനുള്ള നടപടികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അൻവറിന് വേണ്ടി UDF-ന്റെ വാതിലുകള് തുറക്കുന്ന കാര്യം ഇപ്പോൾ ആലോചനയിലില്ലെന്നാണ് ഇന്നലെ ചില മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളില് പ്രതികരണങ്ങളില് VD സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. റിപ്പീറ്റ്, വാസ്തവം പറഞ്ഞാൽ കോൺഗ്രസിലെ മറ്റു നേതാക്കള് ഇപ്പൊ സതീശനൊപ്പം നിൽക്കുന്നതാണ് പാർട്ടിക്ക് നല്ലത്, അവർക്കും നല്ലത് വ്യക്തിപരമായിട്ടും. കാരണം അതിനാ ഇപ്പൊ ഡിമാൻഡ്. സതീശന്റെ നിലപാടിനെ കോൺഗ്രസിന് പുറത്തുള്ളവർ പോലും സർവാത്മന അംഗീകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു ക്രെഡിറ്റിന്റെ ഒരു പങ്ക് കിട്ടണമെങ്കിൽ സതീശൻ എടുക്കുന്ന നിലപാടിനൊപ്പം മുന്നണിയിലും കോൺഗ്രസിലും മറ്റു നേതാക്കളും നിൽക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ഇപ്പോൾ ഈ അൻവറിനെ കൊണ്ടുവരണം എന്നൊക്കെ പറയുന്ന പല ആളുകളുടെയും ഉള്ളിലിരിപ്പ് അൻവർ വരണമെന്നോ UDF ശക്തിപ്പെടണമെന്നൊന്നും അല്ല. ഇത് സതീശനെടുത്തൊരു നിലപാടാണല്ലോ ഈ അൻവർ വേണ്ടെന്നുള്ളത്. അപ്പൊ അൻവറിനെ കൊണ്ടുവന്നാൽ സതീശനിട്ടൊരു പണി കൊടുക്കാം. അതാണ് പല കോൺഗ്രസ് നേതാക്കളുടെയും ഉള്ളിലിരിപ്പ്. ഈ വിഷയം കോൺഗ്രസ് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ലെന്നാണ് എന്റെ ഒരു ഇത്. ഇനി ചർച്ച ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ അങ്ങനെ ആവാം. പക്ഷേ തീരുമാനം ഒരു ഉറച്ച നോ ആയിരിക്കണം.